ജനസേവാ ശിശുഭവന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. തെരുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും ജനസേവ രക്ഷപ്പെടുത്തി സംരക്ഷിച്ചു വരുന്ന കുട്ടികളുടെ സമഗ്ര പുരോഗതിയും കായിക വളർച്ചയും ലക്ഷ്യമാക്കി ജനസേവ സ്പോർട്സ് അക്കാദമി കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകി അവരെ മത്സരസജ്ജമാക്കി സമൂഹത്തിനും രാഷ്ട്രത്തിനും മാതൃകയാക്കുക എന്നതാണ് ജനസേവ സ്പോർട്സ് അക്കാദമിയുടെ ലക്ഷ്യം. ജനസേവ പ്രസിഡന്റ് ജോസ് മാവേലി ചെയർമാനായി രൂപീകരിച്ച ജനസേവ സ്പോർട്സ് അക്കാദമിയുടെ പ്രസിഡന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CC ജേക്കബും സെക്രട്ടറി മുൻ കേരള ഫുട്ബോൾ താരം സോളി സേവ്യറുമാണ്. 3 വർഷത്തിനുള്ളിൽ കേരളത്തിനു വേണ്ടി കളിക്കാൻ ഒരു ടീമിനെ തന്നെ ജനസേവയിൽ നിന്നും വാർത്തെടുക്കുമെന്ന് പരിശീലകർ പറയുന്നു. വളരെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അണ്ടർ 15 ഇയറുള്ള ഒരു കുട്ടിയാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച കളിക്കാരിൽ ഒരാളുടെ ശൈലിയും ഭാവവും ആ പാഠവും ഒക്കെ രാജയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. രാജ ഒരു ഗോഡ് ഗിഫ്റ്റഡ് പ്ലെയറാണ്. ആ കുട്ടിക്ക് വേണ്ടി ജനസേവാ ശിശുഭവൻ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിലും ആ കുട്ടിയെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള ഗിരീഷ് വളരെ നല്ല ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. 15 വയസ്സിനുള്ളിൽ വളരെ നല്ല കടുത്ത ഷോട്ടുകൾ പോസ്റ്റിലേക്ക് അടിക്കുകയും വേൾഡ് കപ്പ് തരത്തിലുള്ള ഗോളുകൾ ഇന്ന് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് ഗിരീഷ്. അവർക്കൊക്കെ നല്ല കോച്ചിങ് ക്യാമ്പും അതുപോലെ നല്ല ഭക്ഷണവും നല്ല എക്യുപ്മെൻസും സ്പോർട്സ് എക്യുപ്മെൻസും ലഭിക്കുകയാണെങ്കിൽ കേരളത്തിന് തന്നെ അഭിമാനമായ, ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഈ തെരുവ് മക്കളുടെ കൂട്ടായ്മ വളർന്നു വരും എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതിന് കഴിയാവുന്ന എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഫുട്ബോളിലും ബാസ്കറ്റ് ബോളിലും നൽകുന്ന വിദഗ്ധ പരിശീലനത്തിന് പുറമെ നീന്തൽ, ചെസ് തുടങ്ങി മറ്റനവധി ഗെയിംസിലും കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, സെവൻസ് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഒരു 11സിൻ്റെ ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ട് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഒരു 400 മീറ്റർ ട്രാക്ക് വേണം. 130ഓളം കുട്ടികൾ നല്ല മിടുക്കന്മാരായിട്ട് വളർന്നു വരുന്നു. ഇവരെല്ലാവരും ഭാവിയിൽ നല്ല താരങ്ങളെ വരിക എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെ ബാക്ക്ഗ്രൗണ്ടെല്ലാം ഒത്തിരി സങ്കടപ്പെട്ട കുട്ടികളാണ്. തെരുവിൻ്റെ നിരവധി പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ മനസ്സിൽ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക ധൈര്യം നിൽക്കുന്ന നല്ലൊരു ആരോഗ്യമുള്ള മനസ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം പീഡനങ്ങൾ അനുഭവിച്ചു ആ സങ്കടത്തിൽ നിന്നും ഇവിടെ ഒരു മോചനം കിട്ടിയപ്പോൾ ഇവിടെ നല്ല സന്തോഷം കിട്ടുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പുകയാണ്. ഈ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന കുട്ടികളുടെ കായിക രംഗത്തുള്ള കഴിവ് കാണുമ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ സൗകര്യങ്ങൾ ഇനിയും ധാരാളം വേണം, ധാരാളം പണം ഇനിയും ധാരാളം വേണം. സന്മനസ്സുള്ള ഒത്തിരി ആളുടെ സഹായം കൊണ്ട് ഈ നിലയിൽ എത്തിച്ചു. ഇപ്പോൾ ജനസേവ ശിശുഭവൻ ഒരു വലിയ സംരംഭമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 ഏക്കർ സ്ഥലം നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ട്. ഈ 6 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തിട്ട് ഒരു നല്ല ട്രാക്ക് ഉണ്ടാക്കണം. അതിന് എന്താ പറയുക, ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് വേണം. അതിനുള്ള ഒരു സന്മനസ്സുള്ള ആളുകൾ ഇവിടെ വരികയാണെങ്കിൽ ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മാതൃകയായ കുട്ടികളായിട്ട് ഇവിടെ വളരും. തെരുവിൻ്റെ ക്രൂരപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജനസേവയിലെത്തി കായിക രംഗങ്ങളിൽ മികവ് പുലർത്തി കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ബാല്യങ്ങളെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവർ ജനസേവ സ്പോർട്സ് അക്കാദമിയുമായി പങ്കുചേരൂ.